20-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ ഫാത്തിമയ്ക്കടുത്ത് താമസിച്ചിരുന്ന ഇടയ ബാലകരായിരുന്ന സഹോദരങ്ങളായിരുന്നു ഫ്രാൻസിസും ജസീന്തയും. ഫ്രാൻസിസ് ശാന്ത സ്വഭാവക്കാരനും ജസീന്ത കുസൃതിക്കാരിയും ഒപ്പം എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു. 1916 തങ്ങളുടെ കസിൻ ലൂസിക്കൊപ്പം ആടുകളെ മേയ്ക്കവേ മൂവർക്കും 3 പ്രാവശ്യം ഒരു മാലാഖയുടെ ദർശനങ്ങൾ ഉണ്ടാകുകയും അവർക്ക് നേരിട്ട് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ മാലാഖ നൽകുകയും ചെയ്തു. 1917 മെയ് 13 അവർക്ക് പരിശുദ്ധ മറിയത്തിന്റെ ആദ്യ പ്രത്യക്ഷീകരണം ലഭിച്ചു. തന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അമ്മ കുട്ടികളോട് ആവശ്യപ്പെട്ടു. 6 പ്രത്യക്ഷീകരണങ്ങളിലായി അമ്മ വെളിപ്പെടുത്തിയ രഹസ്യങ്ങളും ദർശനങ്ങളും മുന്നറിയിപ്പുകളും കാലത്തികവിൽ സത്യമെന്ന് തെളിഞ്ഞു. 1917 ഒക്ടോബർ 13 സൂര്യനിൽ പ്രകടമായ അത്ഭുതം സംഭവിച്ചതോടെ അതിസ്വാഭാവിക പ്രത്യക്ഷീകരണങ്ങൾക്ക് ആധികാരിക തെളിവും കൈവന്നു. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതുപോലെ ജസീന്തയെയും ഫ്രാൻസിസിനെയും അമ്മ ചെറുപ്രായത്തിലെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. 11-ാം വയസ്സിൽ ഫ്രാൻസിസും 10-ാം വയസ്സിൽ ജസീന്തയും സഭയ്ക്ക് നിർണായകമായിരുന്ന സന്ദേശങ്ങളുടെ കാവലാളായി ലൂസിയെ ഭൂമിയിൽ ശേഷിപ്പിച്ച് തങ്ങളുടെ സ്വർഗഭവനത്തിലേക്ക് പറന്നുയർന്നു.